ഇല്ലില്ല, ഒരു വിലയിരുത്തലൊക്കെ ഒരു പ്രാഥമികം അനൗദ്യോഗികം. തിരുവനന്തപുരത്താണ് ചർച്ചകളൊക്കെ നടക്കേണ്ടത്. കോൺഗ്രസിൻ്റെ നേതൃയോഗം, UDFൻ്റെ നേതൃയോഗമൊക്കെ ചേരും, വിലയിരുത്തും. അതുപോലെ തന്നെ അധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ, അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ ആലോചിക്കും. CPM-ന്റെ ഒരു വാദം ഈ വർഗീയ കക്ഷികളുമായി കൂട്ടുചേർന്നു എന്നാണെങ്കിലും CPI പറയുന്നത്, CPIയുടെ അഭിമുഖമൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് ബിനോയ് വിശ്വത്തിന്റെ, അദ്ദേഹം പറയുന്നത് ശബരിമല വിവാദം പ്രതീക്ഷിച്ചതിൽ കൂടുതൽ തിരിച്ചടിച്ചു എന്നാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യമല്ലേ, വൈകിയാണെങ്കിലും അത്രയും കാര്യങ്ങൾ അവർ പറഞ്ഞത് നല്ല കാര്യമാണ്. അതെ, ശബരിമല ഭക്തരെന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. മോഷണം നടന്നത് എവിടെയാണെങ്കിൽ പോലും അത് കൊണ്ടുപോയത് എവിടെയാണെന്നൊക്കെയുള്ളതിനൊക്കെ അന്തർദേശീയ ബന്ധങ്ങൾ പോലെ ഉണ്ടാകാമെന്ന് കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് പാർലമെന്റിലും ഉന്നയിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഹൈക്കോടതിയുടെ പ്രത്യേക നിരീക്ഷണ അന്വേഷണ സംഘത്തെ വെച്ചതിൻ്റെ കാരണം എന്താ? ഹൈക്കോടതിക്ക് തന്നെ അറിയാം സ്റ്റേറ്റ് പോലീസ് അതിന് പൂർണ്ണമായിട്ടും പര്യാപ്തമല്ല എന്ന് കേരള ഹൈക്കോടതിക്ക് തന്നെ അറിയാം. ഹൈക്കോടതി ആവർത്തിച്ച് പറഞ്ഞു ഉന്നതന്മാർ ഇനിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ആ ഉന്നതന്മാരിലേക്ക് എത്തുന്നില്ല. അറച്ചു നിൽക്കുക, മടിച്ചു നിൽക്കുക അന്വേഷണ സംഘം. അതുകൊണ്ട് അന്വേഷണ സംഘത്തിൻ്റെ മുകളിൽ സർക്കാരിൻ്റെ നിയന്ത്രണം ഉണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്.